ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവന് മാഡത്തിന്റെ ഒരു ചായയും ഇല്ല, അപ്പന്റെ ചായ ആയിരിക്കും. ഇവന്റെ അപ്പന്റെ പേരെന്തുവാ? അല്ല, അയാള് ജീവിച്ചിരിപ്പുണ്ടോ തട്ടിപ്പോയോ? ദേ കിളവി, മര്യാദയ്ക്ക് സംസാരിച്ച ഈ ഓണാഘോഷത്തിന് പങ്കെടുക്കാം, ഇല്ലെങ്കിൽ അടിച്ച് ഞാൻ പുറത്താക്കും. ആമ്പലും അമ്പിളിയും പോലെ രണ്ടുപേര് എന്തൊരു ചേർച്ച. സാർ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. രാജു, വർമ്മ സാറിനെ കാണാൻ വന്നല്ലേ? അതെ. നിങ്ങൾ ഇരിക്കെ, ഞാൻ സാറിനെ വിളിക്കാം. അളിയന്റെ അമ്മ ഇരിക്കെ. അമ്മേ, അമ്മ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ, ചായ വേണ്ട, ജ്യൂസ് മതി. ശരി. പടം കൊള്ളാം. പത്രം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയും ഇല്ല. അവിടെ കട എന്തൊരു പത്രം ഇത്. പത്രം തുറന്നു നോക്കിയാ കത്തിക്കുത്ത്, കള്ളനോട്ടടി, ബലാസംഗം. എന്ത് ചെയ്യാം, നശിച്ച ഒരു നാട്. അല്ല, മന്ത്രിയെ കാണാൻ വന്നാണോ? മന്ത്രിയെ കാണാൻ വന്നതോ? അങ്ങനെ എന്നെ ക്ഷണിച്ചിട്ട് വന്നതാ. ആ പോയ രാജു ഇല്ലേ, മന്ത്രിയുടെ പിയെ? രാജു സാറ്. ആ, അവന്റെ അമ്മുമ്മയാ ഞാൻ. അവനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ഞാനാ. നിങ്ങള് മന്ത്രിയെ കാണാൻ വന്നതാണോ? അതെ, ഞങ്ങള് മന്ത്രിയെ കാണാൻ വേണ്ടി വന്ന. തള്ള വള്ളിയ മിണ്ടായിരുന്ന നാണക്കേടിന്ന് രക്ഷപ്പെടാം. അല്ല, നിങ്ങള് രാഷ്ട്രീയക്കാരല്ലേ? ആഹാ, ഞാനും ഒരു രാഷ്ട്രീയ നേതാവാ. കേട്ടു കാണും, മുണ്ടയ്ക്കൽ കൊച്ചമ്മിണി. അതാണ്. നിങ്ങൾ എങ്ങനെയാ കേട്ടത്? പുന്നത്തൂർ കോട്ടയിലെ ഒരു പിടിയാനയല്ലേ മുണ്ടക്കൽ കൊച്ചമണി? എന്റെ നാവിന്ന് വലുതും. നമസ്കാരം, നിങ്ങൾ എത്തിയോ? എന്തായി കാര്യങ്ങള്? സാർ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഇരിക്കെ, ഭക്ഷണം കഴിച്ചിട്ട് പോയാ. ശരി. പറയൂ, അമ്മ വന്നത് എന്തിനാണെന്ന് പറയൂ. ആ, ഞാൻ വന്നത് പറയൂ അമ്മേ. അതെ. എന്താ? അയ്യോ ഏട്ടാ, ഏട്ടന് ആളെ മനസ്സിലാവാഞ്ഞിട്ടാ. ഇത് നമ്മുടെ രാജുവിന്റെ ചേച്ചിയുടെ മദർ ഇൻ ലോയാ. ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. അല്ല, അത് കുഴപ്പമില്ല. ജ്യൂസിങ് ഇതാ. സാറെന്നെ അറിയേണ്ടതാ. അല്ല, സാറിന്റെ അത്ര ഇല്ലെങ്കിലും ഞാനും ഒരു പ്രശസ്തയാ. ചിലപ്പോ അറിയായിരിക്കും. പേര് പറയൂ. മുണ്ടയ്ക്കൽ കൊച്ചമ്മിണി. മുണ്ടയ്ക്കൽ കൊച്ചമണി ഈ മോഹിനിയാട്ടത്തിന് ടീച്ചറാണോ? ഞാൻ മോഹിനിയാട്ടിയോ ഭരതനാട്യോ ഒന്നും അല്ല. ഞാനൊരു കൈകൊട്ടിക്കളി ആശാട്ടിയാ. നാട്ടിൻപുറത്തൊക്കെ കൈകൊട്ടിക്കളി പഠിപ്പിക്കുന്ന ആശാട്ടി. ഓ, ഇപ്പൊ മനസ്സിലായി. ഞാൻ വർമ്മ സാറിനെ ഒന്ന് കാണാനിരിക്കുവായിരുന്നു. എന്താ പറയൂ. ഈ സർക്കാരെ ഇന്ന് വരെ എനിക്കൊരു അവാർഡ് തന്നിട്ടില്ല. സാറ് ഇടപെട്ട് എനിക്കൊരു അവാർഡ് വാങ്ങിച്ചു തരണം. തന്നേ പറ്റൂ. ഈ സംഗീത നാടക അക്കാദമി കൈകൊട്ടിക്കളിക്കും ഓണക്കളിക്കൊക്കെ അവാർഡ് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അമ്മ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. എന്താ ഒരു രാജകല, എന്താ ഒരു സൗന്ദര്യം. സത്യം പറയാലോ, 30 വയസ്സ് പോലും തോന്നിക്കത്തില്ല. സത്യം പറ, എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ദൈവമേ, ഇവര് വർമ്മ സാറിന്റെ ഒപ്പം കയറിയിരിക്കുന്നു. അയ്യോ, അളിയന്റെ അമ്മ, ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. എന്താ രാജു? അല്ല, അളിയന്റെ അമ്മയ്ക്ക് ഒരു ഫോൺ വന്നു. അളിയന്റെ അമ്മ പോയിട്ട് പോരെ. അമ്മ ഒന്ന് ഇവിടെ ഇരുന്നേ. എന്താ ഞാൻ അവിടെ ഇരുന്നാ? വർമ്മ സാറ് മിനിസ്റ്ററാ. സാറിനെ കാണാൻ കളക്ടർമാരും പോലീസ് ഓഫീസേഴ്സൊക്കെ വരും. പിന്നെ അളിയന്റെ അമ്മ ഇവിടെ അങ്ങോട്ട്. അയാള് മന്ത്രിയായെങ്കിൽ ഞാനെന്താ വേണം? അമ്മ ഇരുന്നേ.
ഇവന്റെയൊക്കെ ഒരു കാര്യം സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. തേടാ ഒരു അവതാരം. ഇതെന്തോന്ന് ഫാൻസി ഡ്രസ്സാ? ഫാൻസി ഡ്രസ് അല്ലടാ, നമ്പർ 1 കൺട്രിയാ. ആ രാജുവിന്റെ അളിയനില്ലേ, ജയന്റെ അമ്മയാ. ഓണാഘോഷത്തിന്റെ ഗസ്റ്റാ. വാ, നമുക്കൊന്ന് മുട്ടി നോക്കാം, കുറച്ച് ചിരിക്കാന്നേ. വാ. നമസ്കാരം. നമസ്കാരം. അല്ല, എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളു. ആ, വല്ലതും കഴിച്ചോ? അയ്യോ, കഴിച്ചില്ല, കഴിക്കണം. ആ, മൃഷ്ടാനം കഴിച്ചോളൂ. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇവൻ ഏതാ? ദേ, എന്നെ ഇവനെന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ പല്ലടിച്ച് ഞാൻ കൊഴിക്കും. ദീപക്കേ, അല്ല, എന്താടാ നിന്റെ പേര്? എന്റെ പേര് ദീപക്. ആ പേര് വിളിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. എടാ പോടാന്ന് വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഇവൻ എന്തൊരു സാധനം. മോരടൻ മൂച്ചാട്ട. ഇവന്റെ തന്തേം തള്ള ആരാ? ഞാനാ ഇവന്റെ അമ്മ. അയ്യോ, സോറി മാഡം. ഇവന് മാഡത്തിന്റെ ഒരു ചായയും ഇല്ല, അപ്പന്റെ ചായ ആയിരിക്കും. ഇവന്റെ അപ്പന്റെ പേരെന്തുവാ? അല്ല, അയാള് ജീവിച്ചിരിപ്പുണ്ടോ തട്ടിപ്പോയോ? ഇവരെ ദേ കിളവി, മര്യാദയ്ക്ക് സംസാരിച്ച ഈ ഓണാഘോഷത്തിന് പങ്കെടുക്കാം, ഇല്ലെങ്കിൽ അടിച്ച് ഞാൻ പുറത്താക്കും. നടക്കടാ. രാജു, അത് കഴിഞ്ഞ് ഇവിടെ വെക്കേ. ആ വെക്കാം. ഞാൻ ഇത് ഫില്ല് ചെയ്യാം. അപ്പു നന്നായിട്ട് നിറയ്ക്കേ. എല്ലാരും വന്നല്ലോ. വാ. രാധമ്മേ, വരില്ല എന്ന് ഞാൻ അംബികയോട് പറഞ്ഞതാ. പിന്നെ വർമ്മ സാറിന് എന്ത് തോന്നുന്നു കരുതി വന്നതാ. രാധമ്മേ,